പ്രാചീന ഭാരതത്തിലെ ഒരു മുനിശ്രേഷ്ഠനായിരുന്നു ആവസ്തംഭൻ. ദേവശാസ്ത്രങ്ങളിൽ അസാമാന്യ പ്രാവീണ്യമുണ്ടായിരുന്ന മഹർഷി ഒരിക്കൽ തീർത്ഥാടനത്തിനായി പുറപ്പെട്ടു. പല ദേശങ്ങൾ പിന്നിട്ടും പല തീർത്ഥങ്ങൾ സ്നാനം ചെയ്തും ആവസ്തംഭൻ യമുനാ നദീതടത്തിലെത്തി. ആ ഘട്ടത്തിൽ യമുനാ നദീതടത്തിലെ ആശ്രമത്തിൽ അഗസ്ത്യമുനി വസിക്കുകയായിരുന്നു. അവർ കുശലാന്വേഷണത്തിൽ ഏർപ്പെട്ടു. സംഭാഷണ മധ്യേ ആവസ്തംഭൻ അഗസ്ത്യനിൽ നിന്ന് പലവിധ സംശയങ്ങളും ദൂരീകരിക്കുകയും ചെയ്തു പോന്നു. ആവസ്തംഭൻ അഗസ്ത്യമുനിയോട് ചോദിച്ചു, മഹർഷി, അങ്ങന്റെ പലവിധങ്ങളായ സംശയങ്ങളും ദൂരീകരിച്ചു. എങ്കിൽ ഇപ്പോഴും എൻ്റെ ചിന്താമണ്ഡലത്തെ മതിക്കുന്ന ഒരു ചോദ്യത്തിന് അങ്ങ് ഉത്തരം നൽകിയാലും. മഹർഷി, ത്രിമൂർത്തികളിൽ ബ്രഹ്മദേവനാണോ പരമശിവനാണോ ശ്രേഷ്ഠൻ? അഗസ്ത്യൻ അല്പനിമിഷം ചിന്താമഗ്നനായി. അനന്തരം അദ്ദേഹം ഉറച്ച ശബ്ദത്തിൽ മറുപടി നൽകി, ആവസ്തംഭ, ഓരോ മൂർത്തിയുടെയും ശ്രേഷ്ഠതയ്ക്കും മഹത്വത്തിനും നിദാനമാകുന്ന ഘടകം ആ മൂർത്തിയുടെ കർമ്മങ്ങളാണ്. ആ മൂർത്തിയുടെ ആ ഒരു അടിസ്ഥാനത്തിൽ ഞാൻ അഭിപ്രായപ്പെടട്ടെ, ശിവദേവനാണ് ശ്രേഷ്ഠൻ. മഹർഷി, ശിവഭഗവാൻ ശ്രേഷ്ഠനാണല്ലോ അവിടുത്തെ പക്ഷം. എന്നാൽ അറിയിച്ചാലും ശിവപ്രീതിക്ക് ഞാൻ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളേവാ? ആവസ്തംഭൻ ചോദിച്ചു. തെളിഞ്ഞ ബുദ്ധിയോടെ അഗസ്ത്യമുനി ശിവപ്രീതിക്കുള്ള ഉപാധികൾ ആവസ്തംഭൻ ഉപദേശിച്ചു. അതനുസരിച്ച് അഗസ്ത്യനെ നന്ദി പ്രകാശിപ്പിച്ച ശേഷം ആവസ്തംഭൻ ഗൗതമി നദീതീരത്തേക്ക് യാത്രയായി. അവിടെ ഇരുന്ന് അദ്ദേഹം തപസ്സിൽ മുഴുകി. ആഹാരപാനീയങ്ങൾ ത്യജിച്ചുകൊണ്ടും ഹൃദയം സർവത്ര ശിവനിൽ ലയിപ്പിച്ചും ആവസ്തംഭൻ തപസ്സിൽ ലീനനായി. കൊല്ലങ്ങൾ പലതും കടന്നുപോയി. ആവസ്തംഭന്റെ നിഷ്കളങ്ക തപസ്സിൽ പ്രസന്നനായ ഭഗവാൻ പ്രത്യക്ഷനായി. മഹർഷി, തങ്ങളുടെ ഏതാഗ്രഹം ഫലപ്രാപ്തിയിൽ എത്തിക്കുവാനുള്ള അവസരമാണ് എനിക്കിപ്പോൾ ലഭ്യമായത്? ശിവൻ ചോദിച്ചു. ആവസ്തംഭൻ ഭഗവാനെ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു, ദേവാ, അവിടുത്തെ ദർശനം നുകരുവാൻ മാത്രമായി ഞാൻ തപം ചെയ്തു. പ്രഭു, സന്യാസിയായി എനിക്ക് ലൗകിക ജീവികൾ ഇച്ഛിക്കുന്ന വിധിയുള്ള യാതൊരു മോഹങ്ങളുമില്ല. എന്നാൽ ദേവ, അവിടുത്തെ ദിവ്യ സാന്നിധ്യം എന്നും എന്നിൽ ഉണ്ടാകണമെന്ന അതിമോഹം മാത്രമാണ് എന്നെ തപസ്സിന് പ്രേരിതനാക്കിയത്. ആവസ്തംഭൻ അറിയിച്ചു. സുസ്മരദേവനായ ഭഗവാൻ ആവസ്തംഭനെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് അരുളി ചെയ്തു, മഹർഷി, അവിടുത്തെ നിഷ്കളങ്ക ഭക്തിയാൽ ലഭ്യമാകാത്തതായി എന്താണുള്ളത്? അവിടുത്തെ ആഗ്രഹപ്രകാരം എന്റെ സാന്നിധ്യം അങ്ങേക്കുമെന്നും ഉണ്ടാകുന്നതാണ്. അങ്ങ് തപമനുഷ്ഠിച്ച ഈ ദേശം ഒരു പുണ്യതീർത്ഥമായി മാറും. ആവസ്തംഭ തീർത്ഥം എന്നറിയപ്പെടുന്ന ഈ തീർത്ഥത്തിൽ സ്നാനം ചെയ്തതിലൂടെ മഹർഷിയെ അങ്ങ് സ്പർശിക്കുന്നത് എൻ്റെ ചരണങ്ങൾ തന്നെയാവും. മറ്റൊന്നുകൂടി ഞാൻ അറിയിക്കട്ടെ, ആവസ്തംഭത്തിൽ സ്നാനം ചെയ്യുന്ന ഏതൊരുവിനും ദിവ്യജ്ഞാനം ലഭിക്കുന്നതായിരിക്കും. അനന്തരം ആവസ്തംഭൻ തപമനുഷ്ഠിച്ചിരുന്ന പ്രദേശത്ത് ഒരു തീർത്ഥം രൂപം കൊണ്ടു. പുണ്യതീർത്ഥങ്ങളിലൊന്നായി ഗണിക്കപ്പെടുന്ന ആ തീർത്ഥം ഭഗവാന്റെ അരുളപ്പാട് പ്രകാരം ഇന്നും ആവസ്തംഭം എന്ന പേരിൽ വിസ്തൃതമായിരിക്കുന്നു. അടുത്തത് ആസക്തിക ജനനമാണ്. തുടരും.